ഞാനിന്ന് ഉണ്ടാക്കുന്നത് മുട്ട കബാബാണ്. അപ്പം അതിനു വേണ്ടി 5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ട് 2-3-4 പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, കറിവേപ്പിലയും, വെളുത്തുള്ളിയും. പിന്നെ ഞാൻ മസാലക്ക് വേണ്ടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു മുട്ട ഞാൻ അത് കോട്ടിങ്ങിന് വേണ്ടി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രഷ് ചെയ്തതും കോട്ടിങ്ങിന് വേണ്ടിയാണ്. പിന്നെ ഇത് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങാണ്. ഒരു മുട്ട ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. വെളുത്തുള്ളി, ഇഞ്ചിയും, പച്ചമുളകും, കറിവേപ്പിലയും പേസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഞാൻ പാൻ വെച്ചിന് അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഉള്ളി എടുത്തിടാൻ പറ്റും. ഉള്ളി നല്ലോണം വാട്ടിയെടുക്കുക. നല്ലോണം വഴന്ന് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുക. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. പിന്നീട് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശായി അതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുക. വറുത്ത് വെച്ച മുട്ടയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടുന്നവർക്ക് വേറെ എന്തെങ്കിലും ചിക്കനോ അങ്ങനത്തെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഗരം മസാല കുറച്ച് അതിൻ്റെ അകത്ത് പൊടിച്ചതിട്ടിട്ടുണ്ട്. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. മുട്ട പൊതിഞ്ഞെടുക്കണം, അപ്പോൾ അതിന് തണിയണം കുറച്ച്. എല്ലാം മസാലകളെല്ലാം നല്ല വൃത്തിയിലായിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റ് രൂപത്തിലാണ്. മുട്ടയെല്ലാം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി പൊട്ടിച്ച് വെച്ച മുട്ടയിലൊന്ന് മുക്കിയിട്ട് വേണം ബ്രെഡിൽ കോട്ടിങ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുക. ഓൾറെഡി ഇത് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കുക. പാന് ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിക്കാം. മുട്ട കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൺഡേയിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മുറിച്ച് കഴിഞ്ഞാൽ തേങ്ങാമുറി പോലെ ഉണ്ടാവുക. ഇത് ലെയറായിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും തരും. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം.